എല്ലാം നല്ല വഴിക്കാവാൻ കാരണം സത്യം പറഞ്ഞ നിധിഷേന്റെ അമ്മയാണ്. മകൻ ചെയ്ത തെറ്റ് അക്ഷരാർത്ഥത്തിൽ തിരുത്തിയ അമ്മയാണ് അവര്. അങ്ങനെ ഒരു അമ്മയെ ശരിക്കും പൂവിട്ട് പൂജിക്കാൻ വേണ്ടത് അല്ലേ സുമേച്ചി? ഹലോ സോഫിയ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. യെസ്, അങ്ങനെ ഞാൻ എല്ലാം ആഗ്രഹിച്ച പോലെ നടന്നു. യെസ്, ഐ എം സോ ഹാപ്പി. ഒരു സോറി, ഒരു മിനിറ്റ്. മാർച്ച് 3 സത്യനാരായണന്റെ ചികിത്സ ഞാൻ ഏറ്റെടുത്തു. അനുരാധയ്ക്ക് വേണ്ടി ഒരാളെ മരണത്തിലേക്ക് മെല്ലെ മെല്ലെ തള്ളിവിടുന്നതിനെ ചികിത്സ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. ആട്ടിൻതോലിട്ട ചെന്നായാണ് അനുരാധ എന്ന സത്യം അറിയാതെയാണല്ലോ ഈശ്വര ഇവരൊക്കെ ഈ സന്തോഷിക്കുന്നത്. അനുരാധയും നിതീഷും ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കപ്പെടുന്ന നിമിഷം നന്ദുവിന്റെ ഭാവി എന്തോ? എല്ലാവരുടെയും സന്തോഷങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഈ കല്യാണത്തിന് ഞാൻ എങ്ങനെ എതിര് നിൽക്കും? അപ്പൊ ഇതായിരുന്നു നമുക്കെതിരെയുള്ള ആയുധം അല്ലേ? നമുക്കെതിരെയുള്ള യഥാർത്ഥ ഭീഷണി ആ നോട്ട് പാഡിലെ വിവരങ്ങളാ. ആ ഡയറിയിൽ നിന്ന് സുമിത കുറിച്ചെടുത്തു വെച്ച വിവരങ്ങളാണ് ആ നോട്ട് പാഡിൽ. എന്താമേ, എന്ത് കാര്യങ്ങൾ? ആരുടെ ഡയറി അത്? ഇതാ ഡോക്ടറിന്റെ ഡയറി അല്ലേ, ഹാഷിം ഹുസൈന്റെ? തലനാരഴിക്കാൻ നമ്മൾ രക്ഷപ്പെട്ടതമ്മേ. ഇതാ ഈ നോട്ട് പാടുണ്ടല്ലോ, ആരുടെങ്കിലും കയ്യിൽ പെട്ടിരുന്നെങ്കിലേ അതോടെ കഴിഞ്ഞേനെ കളി. എന്താട്ടെ അതില്? ഗിരിയേട്ടന്റെ അച്ഛൻ സ്ലോ പോയിസൺ നൽകപ്പെട്ട് ഇഞ്ചിഞ്ചായി കൊല്ലപ്പെടുകയായിരുന്നെന്നും അതിന് കൊടുത്ത മരുന്നുകൾ എന്തൊക്കെയായിരുന്നെന്നും ഏതളവിലായിരുന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്. നമ്മൾ എന്തിനാ അതിന് പേടിക്കുന്നേ? അത് നമ്മളെ എങ്ങനെയാ ബാധിക്കുന്നത്? അതാ ഡോക്ടറിന് തന്നെയല്ലേ കുരുക്കാവുന്നത്? എന്നാര് പറഞ്ഞു? അതിന്റെ കൂടെ വേറെ കുറെ വിശദാംശങ്ങളും തീയതി സഹിതമുണ്ട്. അതൊക്കെ ചെയ്തതിന് ഡോക്ടർക്ക് കിട്ടിയ പണം എത്രയായിരുന്നെന്നും അതൊക്കെ നൽകിയതാരാണെന്നും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. വേറെ ആരുമല്ല, അത് കൊടുത്തിരുന്നത് അമ്മയാ. അമ്മ എങ്ങനെയൊക്കെ എങ്ങനെ? ഞാൻ ചെയ്ത ഒന്നും നല്ല കാര്യങ്ങളായിരുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എനിക്ക് എന്റേതായ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഞാനത് ചെയ്തത് എന്റെ മക്കൾക്ക് വേണ്ടിയാ. അന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാ നിങ്ങളൊക്കെ അല്ലലറിയാതെ ജീവിച്ചു പോയത്. ഇന്നീ വലിയ നിലയിലും വിലയിലും ഒക്കെ ജീവിക്കുന്നതും അത് കാരണോ? അല്ലമ്മേ, എനിക്കൊരു സംശയം. ഈ ഡയറിയിലുള്ള വിവരങ്ങൾ സുമിത അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഗിരിയേട്ടൻ അറിഞ്ഞില്ല? നേരാ, ഗിരിയേട്ടൻ അപ്പൊ തന്നെ അറിഞ്ഞു കാണേണ്ടതാണല്ലോ. അതോ ഗിരിയേട്ടൻ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നമ്മളോട് അഭിനയിക്കുന്നതാണോ? ഏയ് ഇല്ല, അതിന് സാധ്യതയില്ല. ഗിരി ഇത് വായിക്കാൻ ഏൽപ്പിച്ചത് സുമിതയാ. അവളിതൊക്കെ ഗിരിയോട് പറയുന്നതിന് തൊട്ടു മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ കളി തുടങ്ങിയിരുന്നു. അതോടെ സുമിത ലോക്കായല്ലോ. നമ്മള് ബുദ്ധിപൂർവ്വം നന്ദിതയും ഇവനുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചല്ലോ.
ആ ബുദ്ധി ദൈവം എനിക്ക് തോന്നിച്ചുകൊണ്ട് മാത്രോ നമ്മൾ ഇപ്പോഴും ഈ 4 ചുവരുകൾക്കുള്ളിൽ ഇങ്ങനെ വാഴുന്നത്. നമ്മുടെയൊക്കെ സമ്പൽ സമൃദ്ധമായ ജീവിതത്തിന് ഒരു കോട്ടവും തട്ടില്ലമ്മേ. നന്ദിതന്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം കാലം സ്വന്തം അനിയത്തിന്റെ ജീവിതം തകർക്കാൻ സുമിത് നിൽക്കില്ല. അതെ, ആ രഹസ്യം സുമിതയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല. അതിന് നിന്റെ കയ്യിലാണ് നിതീഷേ. ഇതുവരെ വലിയ ആപത്തുകളുടെ വക്കിൽ കൊണ്ടെത്തിച്ചിട്ടും അവിടെ നിന്നൊക്കെ ദൈവം നമ്മളെ രക്ഷിച്ചില്ലേ? അത് തന്നെ ഇനി സംഭവിക്കും. അമ്മയ്ക്കൊരു പേടിയും വേണം. എല്ലാം കലങ്ങി തെളിയാൻ പോവാമേ. ഒട്ടും വൈകാതെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നടക്കാൻ പോവുക. ഇനി ഒരുപാട് കാലം അമ്മയ്ക്ക് ഈ വീട്ടിൽ കഴിയേണ്ടി വരില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി സുഖമായി ജീവിക്കാം. ആഹാ, നീ ഇവിടെ വന്നിരിക്കായിരുന്നോ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. നീ ഇവിടെ വന്നിരുന്ന് കരയുമായിരുന്നോ? എന്തു പറ്റി മോളെ? എന്തിനാ നീ കരഞ്ഞത്? ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. നിന്നെ ഞാൻ ഇന്നും ഇന്നലെയൊന്നുമല്ല കാണാൻ തുടങ്ങിയത്. കാര്യം എന്താന്ന് വെച്ചാ പറ. പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് കാണും. അതിപ്പോ നിന്റെ ഇടയ്ക്കുള്ള പരിപാടിയാണല്ലോ. നീ എന്റെ കൂടെ വന്നത് മുതൽ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങിയതല്ലേ മോളെ? അതിനു മുമ്പ് അനാഥാലയത്തിൽ നീ കഴിഞ്ഞതും അനുഭവിച്ച കഷ്ടപ്പാടുകളും ഒക്കെ ഇനി ഓർക്കുന്നതിൽ എന്താ അർത്ഥം? കഴിഞ്ഞുപോയ കാര്യങ്ങളാ അത്. അതൊക്കെ അടഞ്ഞ അധ്യായങ്ങളാ. അതെല്ലാം എന്റെ മോള് മനസ്സിൽ നിന്ന് പാടെ മായ്ച്ചു കളഞ്ഞേക്ക്. എന്റെ ജീവിതത്തിലെ ഭൂതകാലങ്ങളൊക്കെ ഞാൻ എന്നെ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞു അമ്മ. അതൊന്നും അല്ല ഞാൻ ഓർത്തോണ്ടിരുന്നത്. എനിക്ക് അമ്മയെ കിട്ടിയ ശേഷം നമ്മുടെ ജീവിതം ഒത്തിരി നല്ലതായിരുന്നു. സന്തോഷമല്ലാതെ മറ്റൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എത്ര വലിയ പ്രശ്നങ്ങൾ മുന്നിൽ വന്നിട്ടും തരണം ചെയ്ത് പരസ്പരം താങ്ങും തണലുമായിട്ട് നമ്മൾ ജീവിച്ചില്ലേ? അതെ, അതിനിപ്പോ എന്തു പറ്റിയെന്നാ? അന്നൊക്കെ നമ്മളെ രണ്ടുപേരെ അന്വേഷിച്ചു വരാൻ ആരുമില്ലായിരുന്നു. നമുക്ക് നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പൊ അമ്മയ്ക്ക് ഗിരിയേട്ടനുണ്ട്, സുമിതേച്ചിയുണ്ട്, ദാമോദരേട്ടനുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അമ്മയ്ക്ക് ചുറ്റും അമ്മ ആഗ്രഹിച്ചതൊക്കെ വന്ന് നിറയും. അമ്മ ഇങ്ങനെ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുന്ന കാണുമ്പോ എനിക്കും അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. സത്യം. ഇനിയിപ്പോ ഗിരിയേട്ടന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കഴിയുമ്പോ അമ്മ അവരുടെ കൂടെ പോവും. സ്വന്തം മോനെ തിരിച്ചു കിട്ടുക എന്നത് അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഒടുവിൽ ആ സ്വപ്നം സത്യമാകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. എല്ലാം നന്നായി വരട്ടെ. പക്ഷെ അപ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്കായി പോയമ്മ. വീണ്ടും പഴയ അനാഥയായി പോകും ഞാൻ. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? അമ്മയെക്കുറിച്ച് നീ എന്താ കരുതിയിരിക്കുന്നേ? നിന്നെ ഉപേക്ഷിച്ചിട്ട് എനിക്കൊരു ജീവിതമുണ്ടോ? ആരൊക്കെ വന്നു എന്ന് പറഞ്ഞാലും നീ ഇല്ലാതെ ഞാനില്ല മോളെ. നിന്നെ 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. എങ്കിലും നീ എന്റെ മോള് തന്നെയാ, എന്റെ സ്വന്തം മോള്. ഈ ജന്മം അതിനൊരു മാറ്റവും വരില്ല. എവിടെ പോയതാ?
വെച്ചാണല്ലോ. എന്റെ ഈശ്വര, ഇത് എവിടെ പോയി കിടക്കുക? എന്താ സുമി, എന്തായി അന്വേഷിക്കുന്നേ? അത് എന്താ കാണാതെ പോയത്? അത് അത് പിന്നെ ഒന്നുമില്ല. അതിവിടെ തന്നെ എവിടെയെങ്കിലും കാണും. അതല്ലേ സുമിയോട് ഞാൻ ചോദിക്കുന്നത്, എന്താ കാണാതെ പോയത്? പറ സുമി. ടെൻഷൻ ആവാനായിട്ടൊന്നുമില്ല. ഞാൻ നാളെ രാവിലെ എങ്ങനെയെങ്കിലും അത് തപ്പിയെടുത്തോളാം. ഇത് കൊള്ളാലോ. നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവാത്ത പോലെ? എത്ര നേരമായിട്ട് ഞാൻ ചോദിക്കുന്നു, എന്താ കളഞ്ഞു പോയെന്ന് വെച്ചാ ഒന്ന് പറ. അത് ഡയറി. ഏത് ഡയറി? ഹാഷിം ഡോക്ടറുടെ ഡയറി. ആ ഡയറിയോ? അതെവിടെ പോയെന്ന്? സത്യമായിട്ടും ഞാൻ അതവിടെ തന്നെ വെച്ചതാ. അവിടെ വെച്ചെങ്കിൽ പിന്നെ അത് എങ്ങോട്ട് പോകാനാണ്? കൈയും കാലും മുളച്ച് നടന്നു പോയോ? എനിക്കൊന്നും അറിയില്ല ഗിരി. ഞാൻ അവിടെ തന്നെ വെച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദേ സുമി, നീ ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഒരിക്കലും നിന്നെ അത് വിശ്വസിച്ചേൽപ്പിക്കില്ലായിരുന്നു. ആ ഡയറിയുടെ പ്രാധാന്യം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നല്ലേ സുമിക്ക്? എന്റെ അച്ഛനെ ദ്രോഹിച്ചവർക്കെതിരെയുള്ള തെളിവുകളായിരുന്നു അതിനുള്ളിൽ. അതുകൊണ്ടാണ് ഹാഷിം ഡോക്ടർ എന്നെ വിളിച്ചു വരുത്തി അത് എന്നെ ഏൽപ്പിച്ചത്. അതിലെന്തായിരുന്നു ഏതായിരുന്നു എന്നൊന്ന് വായിച്ചു പോലും നോക്കാതെ നീ അത് കൊണ്ടുപോയി കളഞ്ഞല്ലോ സുമി. ആ ഡയറിയുടെ പ്രാധാന്യമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അങ്ങനെ അശ്രദ്ധമായിട്ട് അത് കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? സത്യമായിട്ട് അത് എവിടെ പോയിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മുറിയിൽ ഇരിക്കുന്ന ഒരു സാധനം നീയോ ഞാനോ അറിയാതെ അത് എങ്ങനെ പോകാനാണ് സുമി? അത് പറയേ. എന്തു പറ്റി? മുറിയിൽ നിന്ന് എന്തെങ്കിലും കാണാതെ പോയോ? എന്താ സുമി, വല്ല മാലയോ മറ്റോ ഊരി വെച്ചതാണോ? അല്ല, ഇന്ന് പുതിയ സെർവന്റ് മുറിയൊക്കെ ക്ലീൻ ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ അങ്ങനെ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. എന്നാലും പറയാൻ പറ്റില്ലല്ലോ. അവസരങ്ങളല്ലേ മനുഷ്യരെ കള്ളന്മാരാക്കുന്നത്. എന്താ ഗിരി, കാണാതെ പോയത് എന്താണെന്ന് പറഞ്ഞാ അന്വേഷിക്കാൻ ഞാനും കൂടെ കൂടാ. ഇല്ല, സാരമില്ല. എന്റെ ഒരു ഓഫീസ് ഫയലിന്റെ കാര്യം പറഞ്ഞതാ. ഓ, അത്രേ ഉള്ളൂ. അല്ല, ഞാനിപ്പോ വന്നത് നാളെ പകല് നീ ഇവിടെ ഉണ്ടാവണമെന്ന് പറയാനാ. എന്താ കാര്യം? നിതീഷിന്റെ കല്യാണത്തിന്റെ മുഹൂർത്തം കുറിപ്പിക്കാൻ നമ്മുടെ ശങ്കരൻപോറ്റി ജ്യോത്സ്യരോട് നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനുണ്ടാവും. പിന്നെ കല്യാണം വളരെ ലളിതമായിട്ട് നടത്തിയാ മതിയെന്ന എന്റെ ഒരു അഭിപ്രായം. എന്താ മോൾക്ക് തോന്നുന്നേ? അല്ല, എന്റെ അഭിപ്രായം മാത്രം നോക്കണ്ട കേട്ടോ. സുമിയുടെ വീട്ടുകാരോടും കൂടി ചോദിച്ചിട്ട് മതി. അതിനൊക്കെ സമയമുണ്ടല്ലോ അമ്മേ, നമുക്ക് തീരുമാനിക്കാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അത്താഴം എടുത്തു വെച്ചിരിക്കുന്നു, രണ്ടാളും കഴിക്കാൻ വാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സുമി. ഇവരുടെ സ്വഭാവം എനിക്ക് വായിച്ചെടുക്കാനും പറ്റുന്നില്ല. ഈ കഴിഞ്ഞ 10-35 വർഷം മുഴുവനും അവരെന്നോട് നന്നായിട്ട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. ഇപ്പോഴും നിതീഷിന്റെയും നന്ദിതയുടെയും കല്യാണക്കാര്യത്തിൽ എത്ര നല്ല തീരുമാനങ്ങളാണ് അവരെടുത്തിട്ട് പോയത്. ഇത്രയും നല്ല മനസ്സ് കാണിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് എന്റെ അച്ഛനോട് അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പറ്റുക? അറിഞ്ഞതും ചിന്തിച്ചു കൂട്ടിയതും എല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നിപ്പോവുക. എല്ലാത്തിന്റെയും ഉത്തരം ആ ഡയറിയിലുണ്ടായിരുന്നു. എല്ലാ സംശയങ്ങളുടെയും ഉത്തരം ആ ഡയറി നമുക്ക് തരുമായിരുന്നു. പക്ഷെ ഇനി ഈ പുകമറയിൽ നിന്ന് ഇനി ഒരിക്കലും എനിക്ക് പുറത്തിറങ്ങാനാവില്ല. തെളിവുകളില്ലാതെ ആരും തെറ്റുകാരാണെന്ന് പൂർണ്ണമായി മുദ്രകുത്താനാവില്ല. നിരപരാധികളെ പോലും സംശയത്തിന്റെ കണ്ണിലൂടെ അല്ലാതെ നോക്കാതിരിക്കാനും ആവില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് സുമി നീ എന്നെ കൊണ്ടെത്തിച്ചത്.
നമ്മളെ എല്ലാവരെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ സ്ത്രീയാണ് ഗിരി. ഗിരിയുടെ സംശയങ്ങളൊന്നും അസ്ഥാനത്തല്ല. ആരും നിരപരാധികളല്ല. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത പ്രവൃത്തികളാ അവർ ഈ കുടുംബത്തിനോട് ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും തുറന്നു പറയാനാവാതെ വായ മൂടിക്കെട്ടിയ അവസ്ഥയിലായി പോയി ഞാൻ. എന്താ ഇന്നലെ നീ ജോത്സ്യം തുടങ്ങിയോ? എടുപിടിന്ന് കല്യാണം നടത്തുമ്പോ നല്ല ദിവസവും മുഹൂർത്തമൊക്കെ നോക്കിയില്ലെങ്കിലേ പണി കിട്ടും. അതിനല്ലേ ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്ന് അവര് മുഹൂർത്തം നോക്കിക്കുന്നത്. അനുരാധ ഏർപ്പാടാക്കുന്ന ജോത്സ്യര് ഏത് തരക്കാരനാണെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ ചക്രപാണി ജോത്സ്യരെ മറ്റോ ആയിരുന്നെങ്കിലേ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചക്രപാണിയെ വിളിക്കാൻ പറയാം. അതിപ്പോ അവര് സമ്മതിക്കോ ചന്ദ്രേട്ട? അവർക്ക് അവരുടെ സെറ്റപ്പിലുള്ള ജോത്സ്യന്മാരൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ പിന്നെ ഇത് രണ്ടും കൂടി പറയരുത്. എന്തായാലും ഞാൻ പഞ്ചാംഗം നോക്കി നമ്മുടെ സൗകര്യത്തിന് പറ്റിയ ഒരു തീയതിയും കുറിച്ച് നാളെ പോകും. അച്ഛാ, ഈ മുഹൂർത്തത്തിലും സമയത്തിലൊന്നും ഒരു കാര്യമില്ല അമ്മേ. നിധിയേട്ടനും ഈ ജാതകത്തിലും മുഹൂർത്തത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. പിന്നെ നാളത്തെ ചടങ്ങ് അതൊരു ഗെറ്റ് ടുഗദർ പോലെ കൂട്ടിയാ മതി. നാളെ നീ ലീവ് പറഞ്ഞിട്ടില്ലേ? ലീവോ? എന്തിന്? അപ്പോ നന്ദുവിന്റെ മുഹൂർത്തം കുറിപ്പിക്കുന്ന കാര്യമൊക്കെ നീ മറന്നുപോയോ? അതിന് നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങ് പോയാ പോരെ? ശ്രീ, ഇത് കുട്ടിക്കളിയല്ലേ. കുടുംബക്കാരെല്ലാരും കൂടി ഒത്തുചേർന്ന ഒരു ചടങ്ങാ. അതിന് നിന്നെ കണ്ടില്ലെങ്കിൽ ചോദ്യം വരും. അതുകൊണ്ട് നീ വന്നേ പറ്റൂ. എനിക്ക് നാളെ ഓഫീസിലെ ഓഡിറ്റ് നടക്കുന്ന ദിവസമാ. ഒരു കാരണവശാലും ലീവ് എടുക്കാൻ പറ്റില്ല. എന്തായാലും എന്താ ഇവള് വരുന്നുണ്ടല്ലോ. അവനിപ്പോഴും നിതീഷിനോടുള്ള വിരോധം മാറിയിട്ടില്ല. അത് തന്നെ കാര്യം. മോനെ ശ്രീകുട്ട, ചില സാഹചര്യത്തില് ചില മനുഷ്യരോട് നമുക്ക് ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നും. സ്വാഭാവികം. പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറണം. മറ്റൊരാളോടുള്ള വെറുപ്പ് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതേ ഒരു തീക്കനൽ സ്വന്തം കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് പോലെയാ. അത് പൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. എന്നാലും എന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നപ്പോ ശ്രീയേട്ടൻ ഇങ്ങനെ തന്നെ പെരുമാറിക്കളഞ്ഞല്ലോ. നീ അതൊന്നും കാര്യമാക്കണ്ട. അവൻ വരുന്നില്ലെങ്കിൽ വരണ്ട. അവനില്ലെന്ന് വെച്ചേ നാളത്തെ ചടങ്ങിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ടും നിതീഷേട്ടനോടുള്ള ശ്രീയേട്ടന്റെ മട്ടും ഭാവം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവും അമ്മേ? നന്ദു, ശ്രീയുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. ഒക്കെ മെല്ലെ മെല്ലെ ഞാൻ പറഞ്ഞ് ശരിയാക്കി എടുത്തോളാം. ഇതല്ലേ നീ മുറിയിൽ തിരഞ്ഞ സാധനം? ഇതിങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നേ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു പരിപാടിയുണ്ട്. ഇന്ദ്രജാലം, മഹേന്ദ്രജാലം. ഇതിൽ എഴുതിയിരിക്കുന്ന ഡോക്ടർ ഹാഷിം ഹുസൈന്റെ പൈങ്കിളി കഥകൾ നീ വായിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അയാൾ ഇതിൽ എഴുതിയിരിക്കുന്നതേ എല്ലാം 100% സത്യം. എന്റെ കയ്യിൽ നിന്ന് പൂത്ത പണവും വാങ്ങി ഈ തരവഴി മുഴുവൻ കാട്ടിയിട്ട് അവൻ തെളിവിനായിട്ട് ഈ ഡയറിയിൽ എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. മിണ്ടാനും പറയാനും വയ്യാതെ
ഒരു വശം തളർന്നു കിടക്കുമ്പോ കിളവന് കുറ്റബോധം തോന്നിക്കാണും. അതാ ഗിരിയെ വിളിച്ച് ഈ സംസാരിക്കുന്ന തെളിവുകൾ കൊടുത്തത്. എന്നെക്കുറിച്ചും ഉണ്ടല്ലോ കുറെ കഥകള്. ഇതൊക്കെ വായിച്ചിട്ട് എന്ത് തോന്നി? ഉറപ്പാ തോന്നിയത്.